ഡൽഹിയിൽ നടന്നത് ഒരു ചാവേർ ആക്രമണ സാധ്യതയല്ല എന്നാണ് മലയാളത്തിലെ പ്രമുഖ പത്രത്തിന്റെ ഒന്നാം പേജിലെ വാർത്ത. മാത്രവുമല്ല, പ്രമുഖ പത്രം എന്ന് പറഞ്ഞാൽ ഏതാ? മലയാള മനോരമ. സമ്പൂർണമായിട്ടുള്ള ഒരു വലിയ സ്ഫോടനമല്ല, അല്ലെങ്കിൽ പേടിപ്പിക്കുന്നതല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഈ സ്ഫോടക വസ്തുവുമായിട്ട് കാറിനകത്ത് നടത്തിയ പരക്കം പാച്ചിൽ ഇതിനിടയിൽ അബദ്ധത്തിൽ പൊട്ടിയതാകാം. എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു ന്യായീകരണം? അതായത് ഇത് പരക്കം പാച്ചിലാണ് ഡോക്ടർ ഉമർ നബി നടത്തിയത്. അതെ എന്ന് നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉമർ നബിയായിട്ട് ബന്ധം ഉണ്ടായിരിക്കണ്ടേ? അത് വേണം. ഉമർ നബിയോട് ചോദിച്ചാലല്ലേ നമുക്ക് നീ പരക്കം പായാണോ എന്ന് ചോദിച്ചെങ്കിലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. നീ ടെൻഷനിലാണോ എന്നൊക്കെ ചോദിക്കണം അല്ലേ? പരക്കം പായുന്ന ആളെ 3 മണിക്കൂർ ഒരു പാർക്കിംഗ് ലോട്ടിൽ കാറ് നിർത്തിയിടുവോ? പരക്കം പാച്ചിൽ എന്ന് പറഞ്ഞാൽ എന്താ സിനുജി? പരക്കം പാച്ചുന്ന ടെൻഷൻ കൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കുക. പെട്രോൾ ബങ്കുകളൊക്കെ പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ കിട്ടണമല്ലോ. ഒക്കെ ഉള്ള ഹൈവേകളിൽ കൂടിയോ ഒക്കെ ഫുൾ ടാങ്ക് ഒക്കെ നിറച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. പരക്കം പാച്ചിൽ അയാൾ പെട്രോൾ തീർന്നിട്ട് നിർത്തിയതല്ലല്ലോ. ഈ ചുവപ്പ് കോട്ടയുടെ അടുത്ത് ഇത് R. ആണ് എഴുതിയിരിക്കുന്നത് മലയാള മനോരമയില്. അദ്ദേഹം ഇങ്ങനെ പല സിദ്ധാന്തങ്ങളും പണ്ടും കൊണ്ടുവന്നായിട്ട് നമുക്കറിയാം. സൂറത്തിൽ പ്ലേഗ് ആരോ കൊണ്ടുവന്ന് വിതച്ചതാണ്, രാജ്യാന്തര തലത്തിൽ CA ഗൂഢാലോചനയോ ഇങ്ങനെയൊക്കെ ഇങ്ങനൊരു അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുന്ന സിദ്ധാന്തമാണിത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ കാറില് അദ്ദേഹം കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു, ഈ 3 പേരുണ്ടായിരുന്നു കാറിൽ നിന്ന്. CCTVയിലൊക്കെ ഒരാളേ ഉള്ളൂ. അല്ല, 3 പേരില്ല എന്നൊന്നും പറയാൻ ഞാനും തയ്യാറല്ല, കാരണം അത് പോലീസ് പറഞ്ഞോട്ടെ. എന്തായാലും CCTV ദൃശ്യങ്ങളിൽ ഒരാളേ ഉള്ളൂ എന്നുള്ളത് ഇതുവരെ വ്യക്തമാണല്ലോ. ഒരാളാണ് പൊട്ടിത്തെറിച്ച്. അതുകൊണ്ടാണ് ഉമർ നബിയുടെ വീട്ടിൽ പോയിട്ട് അമ്മയൊക്കെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, മറ്റേ DNA സാമ്പിൾ അതിന് വേണ്ടിയിട്ട് എന്നല്ലേ പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഭീകര സംഘങ്ങൾ ഇത്തരം ചെറിയ ലക്ഷ്യങ്ങൾ അയക്കാൻ ചാവേറുകൾ അയക്കാറില്ല, അതുകൊണ്ട് ഇത് ചാവേറല്ല എന്നാണ് പറയുന്നത്. അതിന് ചാവേറുകൾ ലോകത്ത് പല സ്ഥലത്തും ഇതുപോലെ ഇതിനു മുമ്പ് 2000-ല്ലേ റെഡ് ഫോർട്ടിന്റെ അടുത്ത് നടന്നപ്പോഴല്ലേ ആക്രമണം നടന്നപ്പോഴും ഈ ചന്തയിൽ ആക്രമിച്ചത് നമ്മുടെ പട്ടാള താവളത്തിന്റെ അടുത്ത് ആക്രമണം നടത്തി ചെങ്കോട്ടയുടെ അകത്ത്. അവർക്ക് മറ്റേ പാകിസ്ഥാന് ഒരാളെ ചാവേറായിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒന്ന് നാറ്റിക്കണം എന്നല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ, ഇന്ത്യയെ നാറ്റിക്കണം. ഇതിന് വലിയൊരു മറ്റേ ബോംബെയിൽ ഒരു സ്ഫോടന പരമ്പര നടത്തി. ഇവര് മറ്റേ 3000 കിലോയോളം അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറേറ്റ് ഒക്കെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് 2 കൊല്ലമായിട്ട്. ഇത് വലിയ പദ്ധതി. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ബഹവൽപൂരിലെ കേന്ദ്രങ്ങളൊക്കെ തകർത്തല്ലോ. ആ കുടുംബത്തിലെ ഭീകര കുടുംബത്തിലെ 11 പേര് കൊല്ലപ്പെട്ടു. ഇതിന് പ്രകാരം വീട്ടുക എന്നുള്ളതും ഇപ്പൊ ഈ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ പിന്നാലെ പാകിസ്ഥാൻ ഹാൻഡ്ലേഴ്സ് ഉണ്ട്, മൗലവിമാരുണ്ട്, ഇമാമുകളുണ്ട്. വ്യക്തമല്ലേ? ഡോക്ടർമാരെ ആ ഇമാം ഇങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ജിഹാദികളാക്കി കൊണ്ടുവരികയായിരുന്നു എന്നൊക്കെ ഇതിൽ നിന്ന് വ്യക്തം. ഒക്ടോബർ 29-നല്ലേ മറ്റേ ഹുണ്ടായി കാറ് വാങ്ങുന്നത്. അത് ഇപ്പോഴത്തെ സ്ഫോടനത്തിന് വേണ്ടിയിട്ടല്ലേ? എന്താ സംശയം? ഒരു സംശയമില്ല. ഇപ്പോഴത്തെ സ്ഫോടനത്തിനല്ലേ ഒക്ടോബർ പ്ലംബറിന്റെ പേരില് അഡ്രസ് പോലും മാറ്റുന്നില്ല. പിടിക്കുകയാണെങ്കിൽ പ്ലംബറെ പിടിച്ചോട്ടെ എന്നും പറഞ്ഞിട്ടാണല്ലോ അല്ലേ? പ്ലംബർക്ക് എന്തെങ്കിലും പൈസ കൊടുത്താൽ മതി. ഇതൊക്കെ സത്യത്തിൽ പ്രീ പ്ലാൻഡ് അല്ലേ? ഇവരെ പ്രീ പ്ലാൻഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പേര് പിടിച്ചിട്ടുണ്ട്. സംഗതി ശരിയാണ്, പിടിച്ചിട്ടുണ്ട്. അത് അവിടെ പോസ്റ്റർ പതിച്ചുകൊണ്ടാണ് കശ്മീരില് നൗഗാമില് പോസ്റ്റർ പതിച്ചു കഴിഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദിന് അനുകൂലമായിട്ട് പോസ്റ്റർ പിടിച്ചാൽ പിന്നെ പോലീസ് പിടിക്കില്ലേ? പോസ്റ്റർ പതിച്ചു എന്നുള്ളത് മണ്ടത്തരവാണ്. പോസ്റ്റർ പതിച്ചപ്പോൾ ഇമാമിനെ പിടിച്ചു. ഇമാമ് മറ്റേ ഡോക്ടർമാരുടെ പേര് പറഞ്ഞു, ഡോക്ടർമാരെ പിടിച്ചു ഇല്ലേ? പിന്നെ ഇയാൾ വീട്ടിൽ പോകാം, 3 ദിവസത്തിനകം വീട്ടിലെത്തുന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ ഇയാളുടെ ചേട്ടത്തിയൊക്കെ പറയുന്നുണ്ട്. ഉമറിന്റെ അയാള് ചെല്ലുമൊന്നും ഉണ്ടായില്ല. പിന്നെ അയാളുടെ ഭൂതകാലം ഇല്ലേ? അയാള് ആശുപത്രിയിൽ പലപ്പോഴും ആബ്സെന്റ് ആയിരുന്നു. ജോലി ഉണ്ടായിരുന്ന കാലത്ത് ഒരു രോഗി മരിക്കാൻ കാരണം അയാളാന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് അയാളെ പറഞ്ഞു വിട്ടതാണ്. അയാള് ചാവേറായിട്ട് സ്വയം
മനസ്സ് രൂപപ്പെടുത്തി കഴിഞ്ഞ ഒരാളാണ് ഡോക്ടർ ഉമർ നബി അല്ലേ? അതെ. അയാളെങ്ങനെയാണ് ചാവേർ അല്ലാതാകുന്നത്? അയാൾ എന്തെങ്കിലും ഭൂരിഭാഗം പോകാൻ തയ്യാറായി നടക്കുന്ന ഒരു ഫിദായിൻ എന്നല്ലേ ചാവേറിന് പറയുന്നത്. ഫിദായിനാണ് അയാള്. അയാൾ എത്രയോ വർഷങ്ങളായിട്ട് അത് ആയി കഴിഞ്ഞു. അത്രയും ഇസ്ലാമൈസേഷൻ അയാളുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞതാണ്. അതാണ് അയാളുടെ ചരിത്രം. പിന്നെ ഡൽഹിയിൽ നടന്നത് സങ്കീർണമായ സ്ഫോടനമല്ല. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുകയാണ്, തിരക്കുള്ള റോഡിന് നടുവിൽ തിരക്കുണ്ടല്ലോ. അപ്പോൾ അതെ, ട്രാഫിക് ലൈറ്റിനടുത്ത് സംഭവിച്ചതിനാൽ ഏതാനും കാറുകൾ കത്തി തകർന്നു. 13 പേര് കൊല്ലപ്പെട്ടവിടെ. 20 പേർക്ക് പരിക്കുണ്ട് അവിടെ. 13 പേര് കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാല് ഇസ്ലാമാബാദിൽ ഇപ്പൊ നടന്നില്ലേ ചാവേർ സ്ഫോടനം? അതെ, കോടതി വളപ്പില് 12 പേര് കൊല്ലപ്പെട്ടു. അതിനേക്കാൾ വലുതല്ലേ? അതെ. ഇതിന്റെ ദൃശ്യങ്ങൾ നോക്കിയാൽ ഇത് സാമാന്യം നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ പാകിസ്ഥാനേക്കാൾ. ഇനി ചാവേറുകളെ ഇങ്ങനെ രൂപപ്പെടുത്താറില്ല എന്നാണ് R. സിദ്ധാന്തം. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമാബാദിലെ കോടതിക്ക് പുറത്ത് നടന്ന സ്ഫോടനം ചെറിയ സ്ഫോടനമല്ലേ? അതെ. അത് ചാവേറല്ലേ നടത്തിയേ? അതെ. അപ്പൊ ചാവേറുകളെ ഇങ്ങനെ ഉപയോഗിക്കാറില്ലേ പാകിസ്ഥാൻ? ഉപയോഗിക്കാറുണ്ട്. അടുത്ത ദിവസം തന്നെ ചാവേറുകളെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതിന് തെളിവ് കിട്ടിയല്ലോ ഇല്ലേ ഇസ്ലാമാബാദിൽ നിന്ന്. ഇനി സ്ഫോടനത്തിന് ഉപയോഗിച്ച രാസവസ്തുക്കളുടെ അംശങ്ങളല്ലാതെ സ്ഫോടക സാമഗ്രി, എക്സ്പ്ലോസീവ് ഡിവൈസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതായത് പ്രസന്നന്റെ വാദം അവിടെ വൈദ്യുത വയറോ ആണിയോ വേണം, എന്നാലേ ഇത് പുള്ളി സ്ഫോടകമായിട്ട് എടുക്കുള്ളൂ. ആണി വേണം. ചോറ്റാനിക്കരയിൽ കീഴ്ക്കാവിലെ ആണി വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം ഇല്ലേ? ഉച്ചാടനത്തിന് മറ്റേ മരത്തിൽ തറയ്ക്കും ആണി. അപ്പോൾ അതായത് സ്ഫോടക വസ്തു കാറിൽ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ സ്ഫോടക സാമഗ്രി ഉണ്ടായിരുന്നതിന് തെളിവില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ NIA അന്വേഷണം എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്ന് ഞാൻ പറയാം. ഇത് മിലിറ്ററി ഗ്രേഡ് സ്ഫോടകമാണ് എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ടെറർ ഗ്രേഡ് എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അമോണിയം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറേറ്റ് തുടങ്ങിയ സംഗതികളെല്ലാം. ഹുണ്ടായി I-20 വണ്ടി 13 പേര് കൊല്ലപ്പെട്ടു. ഇനി ഇങ്ങനെ പറഞ്ഞില്ലേ സ്ഫോടകം, ഇങ്ങനെ തന്നെ സ്ഫോടകം വേണമെന്നില്ല. എന്താന്ന് വെച്ചാൽ PETN, സെംടെക്സ്, RDX ഇതൊക്കെയാണോ സ്ഫോടകം എന്നുള്ള സംശയമുണ്ട്. ആണിയും കോപ്പും വേണ്ടാത്ത സ്ഫോടകങ്ങളുണ്ടെന്ന് ലോകത്ത്. അങ്ങനെ ആണിയും വയറും വേണമെന്നാ പുള്ളി പറയുന്നത് സ്ഫോടകമാവണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നൂതന സാങ്കേതിക വിദ്യ വരാം. അതന്നെ PETN, സെംടെക്സ്, RDX ഒക്കെ ആകാം. അപ്പൊ PETN, സെംടെക്സ് ഒക്കെ എന്താന്ന് നോക്കണമല്ലോ. അമോണിയം നൈട്രേറ്റ്, ഫ്ലൂയിഡ് ഓയിൽ, ഡിറ്റനേറ്റേഴ്സ് ഇതൊക്കെ ഈ കാറിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഫോറൻസിക് ടീംസ് 42 തെളിവുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതെന്തൊക്കെയാണ്? ലാബ് അനാലിസിസ് നടക്കുന്നു. I-20 ഹുണ്ടായി കാറിൻ്റെ ടയറുകൾ പരിശോധിക്കാൻ എടുത്തിട്ടുണ്ട്, ഷാസി എടുത്തിട്ടുണ്ട്, CNG സിലിണ്ടർ എടുത്തിട്ടുണ്ട്, ബോണറ്റിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്, കുറെ പൗഡറുകൾ, പൗഡർ എന്ന് പറഞ്ഞാൽ പൊടി എന്ന് പറഞ്ഞാൽ അല്ല മണ്ണിൻ്റെ ആവുമല്ലോ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത കെമിക്കൽ പൗഡറുകൾ അതിൻ്റെ അംശങ്ങൾ കിട്ടിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ലാബിൽ അനാലിസിസ് നടക്കുന്നുണ്ട്. NIA രംഗത്തുണ്ട്. ഇനി PETN ആണോ എന്നൊരു സംശയമുണ്ട്. സ്ഫോടകം ആണിയില്ല എന്ന് പറഞ്ഞില്ലേ, വയറില്ല എന്ന്. എന്താണ് PETN? പെൻറ്റാ എരിത്രിറ്റോൾ ടെട്രാനൈട്രേറ്റ്, അതാണ് PETN. സെംടെക്സിൻ്റെ പ്രധാന ഘടകമാണ് PETN സ്ഫോടകം. നൈട്രി ഗ്ലിസറൈനുമായി വലിയ ബന്ധമാണ് ഇതിനുള്ളത്. നൈട്രോ ഗ്ലിസറിനുമായിട്ട് വലിയ ബന്ധമാണ്. തീക്ഷ്ണ സ്ഫോടകമാണ് ഇത്. ഇതിന് കളറില്ല, ഇത് ക്രിസ്റ്റൽ രൂപത്തിലുള്ളതാണ്. ഇത് കണ്ടെത്താൻ പ്രയാസമാണ്. അതാണിത് സാധാരണ ഉപയോഗിക്കുക. അതുകൊണ്ട് ഭീകര ഗ്രൂപ്പുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന തീക്ഷ്ണ സ്ഫോടകമാണ് PETN. വയറുമില്ല, ആണിയില്ലെന്നേ.
അത്ര നൂതന വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതിനാണ് ഇവിടെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് അല്ലേ? മനോരമ ഏത് കാലത്താ? അപ്പോൾ വലിയ സ്ഫോടനത്തിന് ചെറിയ അളവ് PTN മതി, ചെറിയ അളവ് മതി. മറ്റ് സ്ഫോടകങ്ങളെക്കാൾ ഉഗ്രമാണിത്, സ്റ്റേബിളാണ് എന്ന് പറഞ്ഞാൽ ഇത് ആവിയൊന്നുമായിട്ട് പോകുന്നുമില്ല, അത് ക്രിസ്റ്റൽ അങ്ങനെ കിടന്നോളും. ഹീറ്റ്, ചൂട് കൊണ്ടോ ഷോക്ക് വേവ് കൊണ്ടോ ഇത് ഡിറ്റനേറ്റ് ചെയ്യാം. പുള്ളിക്ക് സാമഗ്രികൾ വേണമല്ലോ അതെ മനോരമയ്ക്ക്. അപ്പോൾ ചൂട് മതി, ഷോക്ക് വേവ് അങ്ങനെ ഡിറ്റനേറ്റ് ചെയ്യാം, പൊട്ടിക്കാം. 100 ഗ്രാം കൊണ്ട് കാർ നശിപ്പിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 100 ഗ്രാം മതി PTN എന്ന് പറഞ്ഞ സ്ഫോടകം. PTN അല്ലെങ്കിൽ സെംടെക്സിന് പെല്ലറ്റ് വേണ്ട, ഷാർപ്പിനൽ വേണ്ട, അതായത് ഉരുളയോ കഷ്ണമോ ഒന്നും വേണ്ട. ഇതിന് 100 ഗ്രാം ആ ക്രിസ്റ്റൽ രൂപത്തിൽ ഇത് മതി. ഈ പദാർത്ഥം അങ്ങനെ തന്നെ ഡിറ്റനേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? പൊട്ടിക്കാം. അമോണിയം നൈട്രേറ്റ് ഫ്യൂവൽ ഓയില് സ്ഫോടകങ്ങളിൽ നിന്ന് വലിയ അളവ് ഊർജം റിലീസ് ചെയ്യും. അതാണ് അമോണിയം നൈട്രേറ്റിൻ്റെയും ഫ്യൂവൽ ഓയിലും. അതിവിടെ ഉണ്ടായിരുന്നല്ലോ. അത് വലിയ അളവിൽ ഊർജം റിലീസ് ചെയ്യും. ഡൽഹിക്ക് പിന്നിൽ ഇയാൾ ഈ കാറൊക്കെ ഓടിച്ചു വന്നതൊക്കെ ഇത് പാനിക്കാകാം എന്നുള്ള സിദ്ധാന്തം ഒന്നും നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ സ്ഫോടകത്തിൻ്റെ കാര്യത്തിലൊക്കെ സംശയമാണ്. കാരണം ഇയാൾ പിടികൂടപ്പെടും എന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ ചാവേർ പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ ചാവേർ ആകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയിട്ടുണ്ട് ഇത് ബോംബ് പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, പ്രിമച്വറാണ് എന്നൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് ഗർത്തം ഉണ്ടായിട്ടില്ല എന്നാണ്, ഇല്ലേ? ഗർത്തം ഉണ്ടാകണം എന്നെന്താ നിർബന്ധം, ഇല്ലേ? വലിയ മിസൈലൊക്കെ വന്ന് ഉപയോഗിച്ച് ഇസ്രയേലിൽ ഇറാനൊക്കെ അയക്കുന്നത് പോലെ ഇസ്ലാമാബാദിലെ സ്ഫോടനത്തിൽ ഗർത്തം ഉണ്ടായോ? ഇല്ല. ചാവേർ സ്ഫോടനം ആ കാറ് കത്തിന്നല്ലേ ഉള്ളൂ. ഷാർപ്പിനൽ പ്രൊജക്റ്റൈൽ ഇതൊന്നുമില്ല. അപ്പോൾ പ്രീ പ്ലാൻഡ് ആണോ ആക്സിഡൻ്റൽ ആണോ? ഇതാണല്ലോ ചോദ്യം. മുമ്പ് ആസൂത്രണം ചെയ്താണോ ആകസ്മികമായി സംഭവിച്ചതാണോ? അപ്പോൾ ആ ദുരൂഹത അന്വേഷകർ നീക്കിക്കോട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സ്ഫോടകം ടെറർ ഗ്രേഡാണ്, മിലിറ്ററി ഗ്രേഡാണ്. ഇയാളുടെ ഈ കാറിൽ ഉണ്ടായിരുന്നത് അതാണ് എന്നുള്ള ഉറപ്പാണ്. പിന്നെ അത് എന്ത് സ്ഫോടകമാണ്? ഞാൻ ഈ പറഞ്ഞ PTN ആണോ? ആണെങ്കിൽ ഈ പറഞ്ഞ സാമഗ്രിയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെയൊക്കെ അത്യാവശ്യമൊക്കെ കൈകാര്യം ചെയ്ത് പോകാം, വലിയ സാമഗ്രികളും ഒന്നുമില്ലാതെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇയാൾ 3 മണിക്കൂർ അവിടെ നിർത്തിയിട്ടതും ഇതൊക്കെ അയാൾക്ക് അല്ലേ ചാവേറായിട്ട് അവസാനിക്കണം. അയാൾ ആത്മഹത്യയാണെങ്കിൽ അയാൾക്ക് മറ്റേ ഏതെങ്കിലും പുഴയിൽ ചാടിയാൽ പോരെ, കാറില്ലേ യമുന നദിയിൽ ചാടിയാൽ പോരെ? അല്ല, അയാൾക്ക് കുറെ ആളുകൾ കൊല്ലണം, അയാൾക്ക് ഹിന്ദുക്കളെ കൊല്ലണം. അതുകൊണ്ട് അമ്പലവും ജൈനക്ഷേത്രവും ഗൗരിശങ്കർ ക്ഷേത്രവും ഇല്ലേ, ആ പരിസരത്ത് ജൈനക്ഷേത്രം, ഗുരുദ്വാര, നല്ല തിരക്ക്, ട്രാഫിക്, നല്ല തിരക്കുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ലളിതമായിട്ട് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു ഭീകരാക്രമണം ആണെന്നുള്ളതിന് അത്യാവശ്യം തെളിവുണ്ട്. ഇമാമുകളുണ്ട്, പാകിസ്ഥാൻ ബന്ധമുണ്ട്, ഇമാമുകളുണ്ട്, ഭീകരന്മാരുണ്ട്, ഇതൊക്കെ തെളിഞ്ഞില്ലേ? ഇവർക്കൊക്കെ ചാവേർ പരിശീലനമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വസ്തുത. ഇതെന്താന്ന് വെച്ചാൽ മോദിയും അമിത്ഷായും ഒക്കെ ആ ഒരു കൃത്യതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ പാകിസ്ഥാൻ ആണിത് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ആ തെളിവ് പൂർണ്ണമായിട്ട് വേണമല്ലോ. കാരണം പാകിസ്ഥാൻ നമ്മൾ തെളിവ് കൊടുക്കുന്നില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. ഇമാമിൻ്റെ ഹാൻഡർ പാകിസ്ഥാനിലാണ് എന്നൊക്കെയുള്ള NIAക്ക് കിട്ടിയ വിവരമൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇത്രയും ഒക്കെ അത്യാവശ്യം പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്, ഭീകരാക്രമണമാണ്, അതിലൊന്നും ഒരു സംശയമില്ലല്ലോ. ഇയാൾ ഭീകരനുമാണ്. ഭീകരൻ നടത്തുന്ന ആക്രമണത്തിനല്ലേ ഭീകരാക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭീകരാക്രമണം അല്ല എന്നുള്ള മട്ടിൽ മനോരമ എഴുതുകയാണെങ്കിൽ അത് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്ന് പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.